ഞാനൊരിക്കൽ മക്കത്തെ ജബലന്നൂറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ അപ്പുറത്തെ സൈഡിൽ ഒരു പരന്ന കല്ലിൻ്റെ മേലെ തുർക്കി എന്നുള്ള ദമ്പതികൾ ഒക്കെ അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോൾ അവരിരുന്നിട്ട് നിസ്കരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ഞാനതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. ചുമ്മാ എനിക്ക് തോന്നി ഞാൻ ഇവരോട് ഇത് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവും, കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവരുടെ അടുത്തേക്ക് ചെന്നു. അവർക്ക് എൻ്റെ ഭാഷയോ എനിക്ക് അവരുടെ ഭാഷയോ മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, എന്താണ് മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഫോണിൻ്റെ എയർ ഡ്രോപ്പ് ഓണാക്കി അങ്ങനെ ഫോട്ടോ കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ കുറേ നേരമായിട്ട് വിചാരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ കൂടെ വേറെ ആരും വന്നിട്ടില്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിലുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആരോടും പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, തുർക്കിക്കാരും പരിസരത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, നമ്മൾ അത്രയുമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം അത്ര ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ ആ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും കേൾക്കപ്പെടും എന്നുള്ളൊരു സംഗതി. ഇത്ര ചെറിയ മൈന്യൂട്ട് വിഷയത്തിൽ പോലും ആ ഒരു ഡിവൈൻ ഇടപെടുകയാണ്. ഇന്ത്യയുടെ ഏതോ മൂലയിൽ കിടക്കുന്ന ഞാനും തുർക്കി കിടക്കുന്ന അവരുടെ ഒരു ചെറിയ ആഗ്രഹത്തിന് ഹേതുവാകുകയാണ്. ഈ ഒരു കണക്ടിവിറ്റി, ഈ ഒരു ഡിവൈൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അസാധ്യമായൊരു സംഗതിയാണ്. ചില സമയത്ത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളത് നിരന്തരം അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അത് ആത്മാർത്ഥതയോടുകൂടി അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും അതിന് ഉത്തരം ഉണ്ടാവും.